ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ കറ പിടിച്ചിട്ടുള്ള ചായപാത്രമൊക്കെ നമുക്ക് എങ്ങനെ നന്നായി തിളക്കിപ്പിച്ചെടുക്കാം എന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായി വേണ്ടത് ഒരല്പം ബേക്കിംഗ് സോഡയാണ്. ഇവിടെ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ നീരാണ്. അപ്പോൾ ഞാനിത് ആ തൊണ്ടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്, ഇനി നമുക്ക് കുറച്ച് ഡിഷ് വാഷറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കയ്യിലുള്ള ഏത് ഡിഷ് വാഷർ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് വേണ്ടത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു പതം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഏകദേശം നന്നായി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി കുറച്ചും കൂടി വെക്കാം. നമുക്ക് ജസ്റ്റ് ഒരുപാട് പറിച്ച് ചിന്തുന്നുള്ളൊരു ലെവലിലൊക്കെ എത്തിയാൽ ഒന്ന് സ്പീഡ് കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. നാരങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷും ബേക്കിംഗ് സോഡയും ആണ്. ഇനി ഇത് നമുക്കൊന്ന് ഓഫ് ചെയ്തിടാം. ഇത് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് കറുപ്പ് കളറായിട്ടുണ്ട്. ഇതിൽ ആ കറൊക്കെ ഇതിൽ തന്നെ മിക്സ് ആകുന്നതാണ് കണ്ടോ. ഇത് നമുക്കൊന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്തെടുത്താൽ തന്നെ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ചളി പോയിട്ടുള്ളത് നമുക്കൊന്ന് കാണാൻ പറ്റും. ഇനി ഇതൊന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. വേറെ മറ്റുള്ള എന്തെങ്കിലും സോപ്പോ സ്ക്രബ് ഇത് നമ്മുടെ ഡിഷ് വാഷ് ഒന്നും ഉപയോഗിക്കേണ്ട, ഈ ഒരു ഡിഷ് വാഷ് മാത്രം മതി. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഇത് വെച്ചിട്ട് ഈ ഒരു നാരങ്ങ ഒക്കെ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും സ്ക്രബ് ചെയ്തിട്ടില്ല, അല്പം മാത്രം ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നല്ലൊരു കറ ഉണ്ട്. ആ കറാണ് നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽ കാണുന്നത്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഒഴിവാക്കി കൊടുക്കാം, എന്നിട്ടൊന്ന് കഴുകി കൊടുക്കാം. ഞാനതൊന്ന് കഴുകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതായത് കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ആ കറകളൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഈ ഒരു എഴുത്തൊന്നും ഇതിൻ്റെ കമ്പനീൻ്റെ എഴുത്തൊന്നും കാണാറില്ലായിരുന്നു, അത്രയും കറ പിടിച്ചിരുന്നു. ഇപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല വൃത്തി ഉണ്ടാകും.